ഞാനൊരു അച്ഛനാണെങ്കിൽ, അമ്മയാണെങ്കിൽ, മുത്തശ്ശനാണെങ്കിൽ, മുത്തശ്ശിയാണെങ്കിൽ, കുഞ്ഞിൻ്റെ ആരുമായിക്കൊള്ളട്ടെ, എനിക്ക് അവയർനെസ് വേണം. ഈ കുഞ്ഞിൻ്റെ സ്വഭാവത്തിനനുസരിച്ച്, ഈ കുഞ്ഞിൻ്റെ ജീവിത പദ്ധതിക്കനുസരിച്ച് ഞാൻ എങ്ങനെ ഒരു നല്ല പേരൻ്റ് ആവാം, ഞാൻ നല്ലൊരു ടീച്ചറാകുന്നത് എങ്ങനെ? നമുക്ക് ഇന്ന് നമ്മുടെ ഈ ബോധത്തിനാണ് നന്ദി പറയേണ്ടത്. കണ്ണുകളടച്ച് ഒരു ദീർഘശ്വാസം എടുക്കാം, മന്ദഗതിയിൽ പുറത്തുവിടാം. ഞാനൊരു പിതാവാണ്, ഞാനൊരു മാതാവാണ്, ഞാനൊരു ബന്ധുവാണ്, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഒരു മാർഗദർശിയാണ്. ഈ ബോധ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കുട്ടി എൻ്റെ സ്വത്തല്ല, ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നതിന് നന്ദി. എൻ്റെ കുട്ടിയുടെ വികാരങ്ങൾ കേൾക്കാൻ എനിക്ക് ക്ഷമയും മനസ്സും ഉണ്ടാകുന്നതിന് നന്ദി. എൻ്റെ ഈ മനസ്സിന് നന്ദി, ഈ കഴിവിന് നന്ദി. ഞാൻ പരിപൂർണനായ മാതാവോ പിതാവോ അല്ല, പക്ഷേ ഞാൻ ഓരോ ദിവസവും പഠിക്കുകയാണ്, വളരുകയാണ്. എന്നെ ദൈവികമായ പദ്ധതിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന കുട്ടിയെ വളർത്തുവാനുള്ള അറിവും കഴിവും ഞാൻ നേടുകയാണ്. എൻ്റെ വളർച്ചയ്ക്ക് നന്ദി. എൻ്റെ തെറ്റുകൾ ഞാൻ തിരിച്ചറിയുന്നു, അത് തിരുത്താൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ബോധത്തിനും വിനയത്തിനും നന്ദി. എൻ്റെ കുട്ടിയെ മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നില്ല, എൻ്റെ കുട്ടിയെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നു, എന്നെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ കുട്ടിക്ക് പരമാവധി അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. ഈ പറയുന്നത് കുട്ടി വിചാരിക്കുന്ന ശാഠ്യത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുക എന്നല്ല, കുട്ടിയുടെ കർമ്മപദ്ധതിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ എൻ്റെ ബോധത്തിൽ നിന്നെടുത്ത് ചെയ്തു കൊടുക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ ഈ സമീപനത്തിന് നന്ദി. ഞാൻ പ്രതികരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം നിൽക്കാൻ പഠിക്കുന്നു. എനിക്ക് സെൽഫ് കൺട്രോളിന് നന്ദി. എൻ്റെ കുട്ടിയുടെ ചെറിയ വിജയങ്ങളും ഞാൻ ആഘോഷിക്കുന്നു. എൻ്റെ കുട്ടിക്ക് ഓരോ ജോലിയും കൃത്യമായി എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇന്നെനിക്ക് കഴിവുണ്ട്. എൻ്റെ ജീവിതം കണ്ട് എൻ്റെ കുട്ടി പഠിക്കണമെങ്കിൽ കുട്ടിക്ക് മാതൃകയാകാൻ ഞാൻ തയ്യാറാണ്. സന്തോഷ മനോഭാവത്തിന് നന്ദി. എൻ്റെ സ്നേഹം വ്യവസ്ഥകളില്ലാത്തതാണ്, അതെൻ്റെ കുട്ടിക്ക് സുരക്ഷിതത്വം നൽകുന്നു. എൻ്റെ സ്നേഹത്തിന് നന്ദി. സ്നേഹമെന്ന് പറഞ്ഞാൽ കുട്ടി ആഗ്രഹിക്കുന്നത് എന്തും വാങ്ങിക്കൊടുക്കുന്നതല്ല സ്നേഹമെന്ന് കൂടി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് മുതൽ ഞാനൊരു കോൺഷ്യസ് പേരൻ്റായി കൂടുതൽ ജാഗ്രതയിൽ ജീവിക്കുന്നു. എൻ്റെ പുതിയ തീരുമാനത്തിന് നന്ദി. ഒരിക്കൽ കൂടി ദീർഘശ്വാസം എടുക്കാം, മന്ദഗതിയിൽ പുറത്തുവിടാം. ഞാൻ ശാന്തനാണ്, ഞാൻ ശാന്തയാണ്, ഞാൻ ബോധവാനാണ്, ഞാൻ ബോധവതിയാണ്, ഞാനൊരു കോൺഷ്യസ് പേരൻ്റാണ്. എൻ്റെ ബോധപൂർവമുള്ള പെരുമാറ്റം എൻ്റെ കുഞ്ഞിനെ ഏറ്റവും നല്ല നിലയിലെത്തിക്കുവാൻ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്നത്തെ മൈൻഡ് ട്യൂണിങ്ങിൽ സ്വയം അറിയുക, എത്രമാത്രം ബോധപൂർവമാണ് കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നറിയുക. കാലത്തിനൊത്ത് മക്കളെ വളർത്തുവാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നിരിക്കെ കുട്ടികളുടെ ഭാവിയെ ഓർത്ത് എന്തിനു വ്യാകുലപ്പെടണം? ആ ശക്തി തിരിച്ചറിഞ്ഞാൽ മതി. കൃത്യമായ രീതിയിൽ ഗൈഡൻസ് കിട്ടുന്നുണ്ടാവും സ്വന്തം ഉള്ളിൽ നിന്ന്. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നന്ദി.